നമസ്കാരം. എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് കുമാർ. നാടും നഗരവും ഫുട്ബോൾ ആവേശത്തിൽ ആഴ്ന്നു കിടക്കുന്ന സമയം. അപ്പോൾ നമുക്കും ഫുട്ബോളുമായി ബന്ധപ്പെട്ട ചില അറിവുകൾ പങ്കുവയ്ക്കാം. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ആവേശം അലയടിച്ച ഫൈനൽ മത്സരം. അതിലുപരി ആവേശം അങ്ങോളം ഇങ്ങോളം വിതറിയ മത്സരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വസ്തുതകൾ ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2026 23ാമത് വേൾഡ് കപ്പ് ഫുട്ബോൾ. 23ാമത്. നമുക്കറിയാം, വേൾഡ് കപ്പ് ഫുട്ബോൾ ആരംഭിച്ചത് 1930, പിന്നീട് 1934, പിന്നീട് 1938, പിന്നെ നമുക്കറിയാം 39 മുതൽ രണ്ടാം ലോക മഹായുദ്ധം. 42ലും 46ലും വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നില്ല. അപ്പോൾ 1930 വേൾഡ് കപ്പ് ഫുട്ബോൾ ചരിത്രം ആരംഭിച്ചു. അങ്ങനെ വരുമ്പോൾ 2026 വേൾഡ് കപ്പ് ഫുട്ബോൾ 23ാമത് വേൾഡ് കപ്പ് ഫുട്ബോൾ 23ാമത്. നോക്കൂ, 104 മത്സരങ്ങൾ, 48 ടീമുകൾ, 39 ദിനങ്ങൾ. 2026 23ാമത് വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ സൂചകങ്ങളാണിതെല്ലാം. 104 മത്സരങ്ങൾ, 39 ദിനങ്ങൾ, 48 ടീമുകൾ. 2026 23ാമത് വേൾഡ് കപ്പ് ഫുട്ബോൾ. 2026 23ാമത് വേൾഡ് കപ്പ് ഫുട്ബോൾ 3 രാജ്യങ്ങളിലായി അരങ്ങേറി. നോക്കൂ, അമേരിക്ക, മെക്സിക്കോ, കാനഡ. 2026 23ാമത് വേൾഡ് കപ്പ് ഫുട്ബോൾ, ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ 3 രാജ്യങ്ങളിലായി അരങ്ങേറി. ഏതൊക്കെ? അമേരിക്ക, മെക്സിക്കോ, കാനഡ. അതിലൂടെ 23ാമത് വേൾഡ് കപ്പിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. 3 രാജ്യങ്ങൾ സംയുക്ത വേദിയാകുന്ന ആദ്യത്തെ വേൾഡ് കപ്പ്. 23ാമത് വേൾഡ് കപ്പ്. വേദിയായ രാജ്യങ്ങൾ അമേരിക്ക, മെക്സിക്കോ, കാനഡ. ഇനി 2026 23ാമത് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയായ നഗരങ്ങൾ 16 നഗരങ്ങൾ. ഈ 3 രാജ്യങ്ങളിലായി 16 നഗരങ്ങൾ 23ാമത് വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയായി. അതിൽ അമേരിക്കയിൽ 11 നഗരങ്ങൾ, മെക്സിക്കോയിൽ 3 നഗരങ്ങൾ, കാനഡയിൽ 2 നഗരങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞതെന്താണ്? 2026 23ാമത് വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയായ നഗരങ്ങൾ ഏത്? 3 രാജ്യങ്ങളിലായി വേദിയായ നഗരങ്ങൾ 16. അതിൽ 11 വേദിയായ നഗരങ്ങൾ അമേരിക്കയിലും, 3 വേദിയായ നഗരങ്ങൾ മെക്സിക്കോയിലും, 2 കാനഡയിലുമാണ്. അപ്പോൾ 3 രാജ്യങ്ങളിലായി അരങ്ങേറിയ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ 26 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ പ്രത്യേകത 3 രാജ്യങ്ങളിലായി സംയുക്ത വേദിയാകുന്ന, 3 രാജ്യങ്ങളിലായി അരങ്ങേറിയ അല്ലെങ്കിൽ 3 രാജ്യങ്ങൾ സംയുക്ത വേദിയാകുന്ന ആദ്യ വേൾഡ് കപ്പ് ഫുട്ബോൾ. വേദിയായ നഗരങ്ങൾ 3 രാജ്യങ്ങളിലും കൂടിയായി 16. ഇനി 2026 ജൂൺ 11 മുതൽ 2026 ജൂലൈ 19 വരെ ആയിരുന്നു 2026 ഫിഫ വേൾഡ് കപ്പ് നടന്നത്. എന്ന് മുതൽ എന്ന് വരെ? 26 ജൂൺ 11 മുതൽ 26 ജൂലൈ 19 വരെ. എല്ലാവരുടെയും മനസ്സിൽ ഈ ഡേറ്റുകളൊക്കെ അത്രയും പതിഞ്ഞു കിടപ്പുണ്ടെന്ന് അറിയാം. അത്രയേറെ മനുഷ്യർ ഇഷ്ടപ്പെട്ട ഒരു കായിക മാമാങ്കം തന്നെയായിരുന്നു ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ 2026. 2026 ജൂൺ 11 ആരംഭിച്ച ഉദ്ഘാടന മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു? മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിരുന്നു. 2026 ജൂൺ 11 ആരംഭിച്ച ഉദ്ഘാടന മത്സരത്തോടുകൂടി ആരംഭിച്ച 2026 23ാമത് വേൾഡ് കപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മാറ്റുരച്ചത് സൗത്ത് ആഫ്രിക്കയും മെക്സിക്കോയും തമ്മിൽ. എന്നാൽ മറ്റൊരു പ്രത്യേകത നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ പറഞ്ഞല്ലോ, 2026 23ാമത് വേൾഡ് കപ്പിന് വേദിയായത് 3 രാജ്യങ്ങൾ സംയുക്ത വേദി, അമേരിക്ക, മെക്സിക്കോ, കാനഡ. അപ്പോൾ അവിടെ പരിശോധിക്കേണ്ട മറ്റൊരു വസ്തുത, അമേരിക്ക ഇതിനു മുമ്പ് വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയായിട്ടുണ്ടോ? ഉണ്ട്. അമേരിക്ക വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയായിട്ടുള്ള വർഷങ്ങൾ നമുക്ക് പരിശോധിക്കാം.
1994 പിന്നെ 2026. അമേരിക്ക വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയായിട്ടുള്ള വർഷങ്ങൾ 1994, 2026. ഇതുപോലെ മെക്സിക്കോ വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയായിട്ടുള്ള വർഷങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1970, 1986, പിന്നെ 2026. അമേരിക്ക 94-ലും 2026-ലും വേദിയായപ്പോൾ മെക്സിക്കോ 1970-ലും 1986-ലും 2026-ലും വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയായി. എന്നാൽ കാനഡ വേദിയായ വർഷം, എന്തിന്? ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയായ വർഷം 2026. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, നിലവിലെ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകുന്ന ട്രോഫിയുടെ പേരാണല്ലോ ഫിഫ വേൾഡ് കപ്പ് ട്രോഫി. നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ട്രോഫിയുടെ ചരിത്രം നമ്മുടെ എയ്സ് ആപ്പിൻ്റെ മറ്റ് ക്ലാസ്സുകളിൽ ഉണ്ട്. 1974 മുതൽ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകുന്ന ട്രോഫിയാണ് ഫിഫ വേൾഡ് കപ്പ് ട്രോഫി. നമുക്കറിയാം 1930 മുതൽ 1970 വരെ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർക്ക് നൽകിയിരുന്ന ട്രോഫി ജോൾസ് റിമെറ്റ് ട്രോഫി. എന്നാൽ ഒന്നുകൂടി ആവർത്തിക്കാം, അമേരിക്ക 94, 2026 വർഷങ്ങളിൽ വേദിയായി വേൾഡ് കപ്പിന് ഫുട്ബോളിന് വേദിയായെങ്കിൽ 1970, 1986, 2026 വർഷങ്ങളിൽ മെക്സിക്കോ വേദിയായി. കാനഡ 2026. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ് നമുക്ക് പരിശോധിക്കാം. വേൾഡ് കപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കുന്ന ആദ്യ രാജ്യങ്ങൾ 4 പേര്, അതായത് ഇതുവരെ വേൾഡ് കപ്പിൽ പങ്കെടുത്തിട്ടില്ല. ഇതേപോലെ ഇപ്പം നമ്മൾ പഠിക്കുന്നു വേൾഡ് കപ്പിൽ പങ്കെടുത്ത ആദ്യ രാജ്യങ്ങൾ 4 രാജ്യങ്ങൾ എന്ന് പഠിച്ചു. ഇനി എപ്പോഴാണാവോ ഇങ്ങനെയൊരു കൂട്ടത്തിൽ, ഇങ്ങനെയൊരു ചോദ്യത്തിൻ്റെ കൂടെ ഇന്ത്യ എന്ന പേരുണ്ടാവുക? അല്ലേ? നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ 2026 ഫിഫ വേൾഡ് കപ്പിൽ ഫുട്ബോളിൽ പങ്കെടുത്തതിലൂടെ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ആദ്യമായി പങ്കെടുത്ത രാജ്യങ്ങൾ എന്നൊരു റെക്കോർഡ് 26 വേൾഡ് കപ്പിൽ ചില രാജ്യങ്ങൾ സ്ഥാപിച്ചു. അത് ഏതൊക്കെ രാജ്യങ്ങൾ? 1 കേപ്പ് വെർഡെ, 2 കുറസാവോ, 3 ജോർദാൻ, 4 ഉസ്ബെക്കിസ്ഥാൻ. നോക്കൂ, കേപ്പ് വെർഡെ, കുറസാവോ, ബോർഡിലേക്ക് നോക്കാം. കേപ്പ് വെർഡെ, കുറസാവോ, ജോർദാൻ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ എന്നീ 4 രാജ്യങ്ങൾ ആദ്യമായിട്ടാണ് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കുന്നത്. ഇനി മറ്റൊരു വസ്തുത നോക്കിക്കേ. ഫിഫയിലെ അംഗരാജ്യങ്ങൾ 211. ഫിഫയിലെ അംഗരാജ്യങ്ങൾ 211. എന്നാൽ 2026 വേൾഡ് കപ്പ് നടന്നല്ലോ എങ്കിൽ ഫിഫയുടെ പീസ് പ്രൈസ് പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിച്ചാൽ ഡൊണാൾഡ് ട്രംപ്. ഇതാരാ? അമേരിക്കൻ പ്രസിഡന്റ്. ട്രംപിനെ അറിയാത്തവരാരുണ്ടാവില്ല അല്ലേ? ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്. ഫിഫയുടെ പീസ് പ്രൈസ് പുരസ്കാരം നേടിയത് ഡൊണാൾഡ് ട്രംപ്. അടുത്ത ചോദ്യം, 2026 ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ നോക്കൂ. മാസ്കോട്ട് ഭാഗ്യചിഹ്നങ്ങൾ: 1 മേപ്പിൾ, 2 സായു, 3 ക്ലച്ച്. നമുക്കറിയാം 2026 ഫിഫ വേൾഡ് കപ്പ് 3 രാജ്യങ്ങൾ സംയുക്ത വേദിയാകുന്നതാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ മാസ്കോട്ട് അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ കാനഡയുടെ മാസ്കോട്ടാണ് മേപ്പിൾ. കാനഡയുടെ ഭാഗ്യചിഹ്നം മേപ്പിൾ. അതുപോലെ മെക്സിക്കോയുടെ ഭാഗ്യചിഹ്നം സായു. അതുപോലെ തന്നെ US-ൻ്റെ ഭാഗ്യചിഹ്നം ക്ലച്ച്. അപ്പോൾ 2026 23ാമത് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ 3. 1 മേപ്പിൾ, അതേത് രാജ്യത്തിൻ്റേത്? കാനഡയുടേത്. 2 സായു, അതാരുടേത്? മെക്സിക്കോ. 3 ക്ലച്ച്, അത് US-ൻ്റേത്. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക ഗാനം ഡായ് ഡായ്. ഇത് ആലപിച്ചത് ഷാക്കിറ ആൻഡ് ബുർണ ബോയ്. ഷാക്കിറ ആൻഡ് ബുർണ ബോയ്. ഔദ്യോഗിക ഗാനം ഡായ് ഡായ്. നമുക്കറിയാം ഷാക്കിറ കൊളംബിയൻ ഗായിക. ഷാക്കിറ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ഗാനം സാമിന മിന. ഓക്കെ, അപ്പോൾ 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ സോങ് ഡായ് ഡായ് ആലപിച്ചത് ഷാക്കിറ ആൻഡ് ബുർണ ബോയ്. ഷാക്കിറ കൊളംബിയൻ ഗായികയാണ്. അങ്ങനെയെങ്കിൽ ബുർണ ബോയ്
നൈജീരിയൻ ഗായകൻ. ഷാക്കിര കൊളംബിയൻ ഗായികയാണ്. ബുർണ ബോയ് നൈജീരിയൻ ഗായകൻ. അപ്പോൾ ഇവർ ചേർന്നിട്ടാണ് 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക ഗാനമായ ഡായ് ഡായ് ആലപിച്ചത്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക്. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരം അരങ്ങേറിയ വേദി നമുക്കറിയാം. എന്നായിരുന്നു ആ ദിവസം? 26 ജൂൺ 11. ജൂൺ 26 ജൂൺ 11 അരങ്ങേറിയ ആദ്യ മത്സരവേദി മെക്സിക്കോ ആൻഡ് സൗത്ത് ആഫ്രിക്ക മത്സരവേദി അസ്ടെക്ക സിറ്റി സ്റ്റേഡിയം, മെക്സിക്കോ. 2026 ജൂൺ 11 സൗത്ത് ആഫ്രിക്കയും മെക്സിക്കോയും തമ്മിൽ നടന്ന മത്സരം അരങ്ങേറിയ സ്റ്റേഡിയം മെക്സിക്കോ സിറ്റിയിലെ അസ്ടെക്ക സ്റ്റേഡിയം. എന്നാൽ 2026 ജൂലൈ 19 അരങ്ങേറിയ ഫൈനൽ മത്സരം ആരൊക്കെ തമ്മിൽ? സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള ഫൈനൽ മത്സരം അരങ്ങേറിയത് മെറ്റ് ലൈഫ് സ്റ്റേഡിയം, ന്യൂയോർക്ക്, ന്യൂജേഴ്സി. ഇവിടെ കാണാം മനോഹരമായ വിഷ്വൽ. 2026 വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടന മത്സരം മെക്സിക്കോ സിറ്റിയിലെ അസ്ടെക്ക സിറ്റി സ്റ്റേഡിയം. എന്ന് 2026 ജൂൺ 11 ആരൊക്കെ തമ്മിൽ? മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ. എന്നാൽ 2026 23 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം 2026 ജൂലൈ 19 എവിടെ? മെറ്റ് ലൈഫ് സ്റ്റേഡിയം, ന്യൂയോർക്ക്, ന്യൂജേഴ്സി. ആരൊക്കെ തമ്മിൽ? സ്പെയിൻ ആൻഡ് അർജന്റീന. 2026 നടന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ ബോൾ അഡിഡാസ് ട്രയോണ്ട. അപ്പോൾ 2026 23 വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ ബോൾ ട്രയോണ്ട. അങ്ങനെ ചോദിക്കാമെങ്കിൽ ഇതിനു മുമ്പ് നടന്ന 2022 നടന്ന ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ ബോൾ അൽ റഹ്ല. അങ്ങനെയെങ്കിൽ 2018 റഷ്യയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ ബോൾ നോക്കൂ, ടെൽസ്റ്റാർ 18. അതേപോലെ 2014 ബ്രസീലിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ ബോൾ ബ്രസൂക്ക. ഒന്ന് ശ്രദ്ധിക്കുക. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ ബോൾ ട്രയോണ്ട. 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ ബോൾ അൽ റഹ്ല. അതുപോലെ 2018 റഷ്യയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ ബോൾ ടെൽസ്റ്റാർ. അതേപോലെ 2014 ബ്രസീലിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ ബോൾ ബ്രസൂക്ക. ഈ ഓരോ വേൾഡ് കപ്പിലും മികച്ച ഫുട്ബോൾ താരം, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം, അതുപോലെ തന്നെ ആ ടൂർണമെൻറ്റിലെ മികച്ച ഗോൾ കീപ്പർ, അതുപോലെ മികച്ച യങ് പ്ലെയർ, ഇങ്ങനെയുള്ള ചില പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. ഒരു വേൾഡ് കപ്പിലെ അല്ലെങ്കിൽ ആ ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരന് നൽകുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ബോൾ. അതുപോലെ അതുപോലെ തന്നെ സിൽവർ ബോൾ, അതുപോലെ തന്നെ ബ്രോൺസ് ബോൾ, അങ്ങനെയുള്ള പുരസ്കാരങ്ങളും കൊടുക്കാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഗോൾഡൻ ബൂട്ട് ഒരു വേൾഡ് കപ്പിൽ. അതുപോലെ തന്നെ സിൽവർ ബൂട്ടുണ്ട്, ബ്രോൺസ് ബൂട്ട് ഉണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. 2026 23 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ചാമ്പ്യൻഷിപ്പിൽ ടൂർണമെൻറ്റിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് റോഡ്രി, രാജ്യം സ്പെയിൻ. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ സിൽവർ ബോൾ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി, രാജ്യം അർജന്റീന. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ബ്രോൺസ് ബോൾ പുരസ്കാരം നേടിയത് കീലിയൻ എംബാപ്പെ, ഫ്രാൻസ്. ഒന്നുകൂടി പരിശോധിക്കാം. 2026 23 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് റോഡ്രി. അങ്ങനെയെങ്കിൽ 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ സിൽവർ ബോൾ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി, രാജ്യം അർജന്റീന. എങ്കിൽ ബ്രോൺസ് ബോൾ പുരസ്കാരം നേടിയത് ഫ്രഞ്ച് താരമായ കീലിയൻ എംബാപ്പെ. ഇനി
ഗോൾഡൻ ബൂട്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ആരാത്? കിലിയൻ എംബാപ്പെ. ഫ്രഞ്ച് ഫുട്ബോൾ താരമായ കിലിയൻ എംബാപ്പെ 10 ഗോളുകൾ. അദ്ദേഹത്തിനാണ് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചത്. എന്നാൽ സിൽവർ ബൂട്ട് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി, അർജന്റീന. അതുപോലെ ബ്രോൺസ് ബൂട്ട് പുരസ്കാരം നേടിയത് ജൂഡ് ബെല്ലിംഗ്ഹാം, ഇംഗ്ലണ്ട് താരം. അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കാം. ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പെ, രാജ്യം ഫ്രാൻസ്. അതുപോലെ സിൽവർ ബൂട്ട് ലയണൽ മെസ്സി, അർജന്റീന. അതുപോലെ തന്നെ ബ്രോൺസ് ബൂട്ട് ജൂഡ് ബെല്ലിംഗ്ഹാം, ഇംഗ്ലീഷ് താരം. അതുപോലെ തന്നെ മികച്ച ഗോൾ കീപ്പർക്ക് നൽകുന്ന പുരസ്കാരം, ഒരു ടൂർണമെൻറ്റിൽ മികച്ച ഗോൾ കീപ്പർക്ക് നൽകുന്ന പുരസ്കാരം ഗോൾഡൻ ഗ്ലൗ. ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ടൂർണമെൻറ്റിൽ മികച്ച ഗോൾ കീപ്പർക്ക് നൽകുന്ന പുരസ്കാരം ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയത് ഉനൈ സൈമൺ, രാജ്യം സ്പെയിൻ. ഇനി നമുക്ക് പരിശോധിക്കാം. 2026 23ാമത് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ യങ് പ്ലെയർ പുരസ്കാരം നേടിയത് പോക്കുബർസി. നോക്കൂ, സ്പാനിഷ് താരം, സ്പെയിൻ്റെ താരമാണ് ആര്? പോക്കുബർസി. എന്താണ് അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരം? യങ് പ്ലെയർ പുരസ്കാരം ലഭിച്ചത് പോക്കുബർസി. ഓക്കെ. ഇനി 2026 23ാമത് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഫിഫ ഫെയർ പ്ലേ പുരസ്കാരം നേടിയ രാജ്യം നെതർലൻഡ്. ഒന്ന് ഓർത്ത് വച്ചേക്കണേ. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഫിഫയുടെ ഫെയർ പ്ലേ പുരസ്കാരം നേടിയ രാജ്യം നെതർലൻഡ്. ഇനി 2026 23ാമത് വേൾഡ് കപ്പ് ഫുട്ബോളിലെ ഏറ്റവും പ്രായം കൂടിയ താരം ക്രെയ്ഗ് ഗോർഡോൺ. ശ്രദ്ധിക്കണേ, പ്രായം കൂടിയ താരം ക്രെയ്ഗ് ഗോർഡോൺ. ഏതാ രാജ്യം? സ്കോട്ട്ലൻഡ്. ഇനി 2026 23ാമത് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, യങ്ങസ്റ്റ് പ്ലെയർ, നോക്കൂ, ഗിൽബർട്ടോ മോറ, 17 വയസ്സ് മാത്രം, രാജ്യം മെക്സിക്കോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്താണ്? ഏറ്റവും പ്രായം കൂടിയ ഈ 2026 23ാമത് വേൾഡ് കപ്പ് ഫുട്ബോളിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ താരം ക്രെയ്ഗ് ഗോർഡോൺ. സ്പെല്ലിംഗ് ഇവിടെ നോക്കാം. രാജ്യം സ്കോട്ട്ലൻഡ്. ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഗിൽബർട്ടോ മോറ, 17 വയസ്സ് മാത്രം, മെക്സിക്കൻ താരം. ഇനി 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ആ റിസൾട്ട് നോക്കിയേ. ചാമ്പ്യന്മാർ സ്പെയിൻ്റെ ക്യാപ്റ്റൻ റോഡ്രി. 2026 ജൂലൈ 19 അരങ്ങേറിയ ഫൈനൽ മത്സരത്തിൽ മാറ്റുരച്ചത് അർജന്റീനയും സ്പെയിനും തമ്മിലായിരുന്നു. ചാമ്പ്യന്മാർ ജയിച്ച രാജ്യം സ്പെയിൻ, ചാമ്പ്യന്മാർ സ്പെയിൻ. എന്നാൽ റണ്ണേഴ്സ് അപ്പ് എന്ന് വെച്ചാൽ ഫൈനലിൽ പരാജയപ്പെട്ടവർ അർജന്റീന. 2026 23ാമത് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ പരാജയപ്പെട്ട രാജ്യം അർജന്റീന, വിജയിച്ചത് ചാമ്പ്യന്മാരായ രാജ്യം സ്പെയിൻ. ആ സ്പെയിനിൻ്റെ ക്യാപ്റ്റൻ റോഡ്രി. എന്നാൽ ലൂസേഴ്സ് ഫൈനൽ, 3ഉം 4ഉം സ്ഥാനക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഫൈനൽ. ലൂസേഴ്സ് ഫൈനലിൽ ജയിച്ച രാജ്യം അല്ലെങ്കിൽ ചാമ്പ്യന്മാർ ഇംഗ്ലണ്ട്. അങ്ങനെ ലൂസേഴ്സ് ഫൈനലിൽ പരാജയപ്പെട്ട രാജ്യം ഫ്രാൻസ്. ലൂസേഴ്സ് ഫൈനൽ എന്ന് പറയുമ്പോൾ 3ഉം 4ഉം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള മത്സരം. അതിൽ ജയിച്ച രാജ്യം ഇംഗ്ലണ്ട്, അതിൽ പരാജയപ്പെട്ട രാജ്യം ഫ്രാൻസ്. അങ്ങനെ 2026 23ാമത് വേൾഡ് കപ്പിൽ 1ാം സ്ഥാനം സ്പെയിൻ, 2ാം സ്ഥാനം അർജന്റീന, 3ാം സ്ഥാനം ഇംഗ്ലണ്ട്, 4ാം സ്ഥാനം ഫ്രാൻസ്. ഇനി ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത ഒരു വാക്കാണ് VAR. കളിക്കളത്തിലെ ചില തീരുമാനങ്ങൾ കളിക്കളത്തിലെ ചില തീരുമാനങ്ങൾക്ക് അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ഈ വാറാണ്. അപ്പോൾ ഈ വാർ എന്ന് വെച്ചാൽ എന്താണ്? വീഡിയോ അസിസ്റ്റൻ്റ് റഫറി എന്നാണ്. വീഡിയോ വിശകലനം ചെയ്ത് അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുന്നത് ഇവിടെയാണ്. നമുക്ക് കാണാം വാർ. അപ്പോൾ കളിക്കളത്തിലെ ചില തീരുമാനങ്ങൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അത് തിരുത്തപ്പെടുന്നത് ഇങ്ങനെയാണ്. ആരിലൂടെ? വാറിലൂടെ.
വാറെന്ന് വെച്ചാൽ എന്താണ്? വീഡിയോ അസിസ്റ്റൻ്റ് റഫറി എന്ന് വിളിക്കും. ദാ ഇവിടെ കാണാം നമുക്ക്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഫിഫ നമ്മൾ പലവട്ടം പറഞ്ഞു. ഈ ഫിഫയുടെ പ്രസിഡന്റ് ആര്? ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോ. ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോ. ഈ ഫിഫയുടെ ആസ്ഥാനം എവിടെയാ? സൂറിച്ച്, സ്വിറ്റ്സർലൻഡിൽ. നോക്കൂ, 1904 ആരംഭിച്ച ഫിഫയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലാണ്. ആ ഫിഫയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? ജിയാനി ഇൻഫന്റിനോ. ഇനി 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ കഴിഞ്ഞെങ്കിൽ നമ്മുടെ അടുത്ത ലക്ഷ്യം എങ്ങോട്ടേക്കാണ്? 2030. കാരണം 4 വർഷത്തിലൊരിക്കലാണല്ലോ വേൾഡ് കപ്പ് ഫുട്ബോൾ അരങ്ങേറുന്നത്. 2026 23ാമത് വേൾഡ് കപ്പ് ഫുട്ബോൾ കഴിഞ്ഞെങ്കിൽ അടുത്ത വേൾഡ് കപ്പ് ഫുട്ബോൾ 24ാമത് വേൾഡ് കപ്പ് ഫുട്ബോൾ 2030 2030 ആ 24ാമത് വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യങ്ങൾ മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. കാത്തിരിക്കാം. എവിടേക്ക്? 2030 മൊറോക്കോയിലേക്കും പോർച്ചുഗലിലേക്കും സ്പെയിനിലേക്കും. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്തത് ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. വീണ്ടും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി, നമസ്കാരം.